അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മോക്സിബ്യൂഷൻ ആൻഡ് സ്കാൽപ്പ് അക്യുപഞ്ചർ എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളതാണ്. അതായത് സ്ട്രോക്ക് മൂലം ഒരു സൈഡ് തളർന്നിട്ടുള്ള രോഗികളിൽ മോക്സിബ്യൂഷൻ ആൻഡ് സ്കാൽപ്പ് അക്യുപഞ്ചർ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ രോഗിയെ 45 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് രോഗിയുടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഹെമിപാരസിസ് എന്നുള്ള അവസ്ഥ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് വേണ്ടത് പ്രധാനമായും നമുക്ക് മോക്സിബ്യൂഷനെ കുറിച്ചുള്ള അറിവാണ്. നമുക്കറിയാം ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ 50% പ്രാധാന്യമുള്ളൊരു വിഷയമാണ് മോക്സിബ്യൂഷൻ. അപ്പോൾ നമുക്ക് മോക്സ 2 തരമുണ്ട്. ഒന്ന് പുകയുള്ള മോക്സയാണ്. ഈ പുകയുള്ള മോക്സ അലർജിയുള്ള ആളുകൾ, അതുപോലെ ആസ്മയുള്ള ആളുകൾ, അതുപോലെ ക്യാൻസർ രോഗികൾ എന്നിവർ ഉപയോഗിക്കുന്ന ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് പുകയില്ലാത്ത ഇത്തരത്തിലുള്ള മോക്സ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് യാതൊരു തരത്തിലുള്ള പുകയും വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മോക്സ അതിൻ്റെ ചാരം നമുക്ക് ഈ രീതിയിൽ തട്ടിക്കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്കതിൻ്റെ ഒരു പ്രോബ് ഉപയോഗിച്ച് നമുക്ക് മോക്സയുടെ ചാരം നമുക്ക് തട്ടിക്കൊടുക്കാം. ചാരം തട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് മോക്സ നന്നായിട്ട് തിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2 മോക്സയുടെയും ചാരം നമുക്ക് ഇതേ രീതിയിൽ തട്ടിക്കൊടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ ആദ്യമായി സ്ട്രോക്ക് രോഗിയിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഓരോ നീഡിലിന് മുകളിലും നമ്മൾ ചെറുതായി ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ നീഡിലിന് മുകളിലും ചെറുതായി ടച്ച് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ഈ മോക്സയിൽ നിന്നുള്ള ചൂട് ആ നീഡിലേക്ക് എത്തുന്നു. നമുക്കൊരു പ്രോബിൻ്റെ സഹായത്തോടു കൂടി നീഡിൽ അല്പം ഉയർത്തി നൽകാവുന്നതാണ്. നീഡിലിൻ്റെ സഹായത്തോടു കൂടി പ്രോബിൻ്റെ സഹായത്തോടു കൂടി നീഡിൽ അല്പം ഉയർത്തിക്കൊണ്ട് നമുക്ക് ആ നീഡിൽ മോക്സ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിതേ രൂപത്തിൽ മോക്സ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ നീഡിലും നമുക്ക് മോക്സ ടച്ച് ചെയ്ത് കൊടുക്കുക. മോക്സയുടെ ചൂട് ഇതേ രീതിയിൽ ഏൽപ്പിക്കാവുന്നതാണ്. ഇത്തരത്തിൽ 3 മിനിറ്റ് സമയം ചെയ്യുന്നതിലൂടെ തന്നെ രോഗിയുടെ സ്റ്റിഫായിട്ടുള്ള ശരീരഭാഗങ്ങളെ വളരെ ഫ്ലെക്സിബിൾ ആക്കാനും രോഗിയുടെ ശരീരഭാഗങ്ങൾക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുമെന്നതാണ്. മോക്സിബ്യൂഷൻ ആൻഡ് സ്കാൽപ്പ് അക്യുപഞ്ചർ എന്ന് പറയുന്ന ഈ മെത്തേഡ് കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ മോക്സിബ്യൂഷൻ ആൻഡ് സ്കാൽപ്പ് അക്യുപഞ്ചർ കമ്പൈൻ ചെയ്ത് വളരെ എഫക്റ്റീവായി ഹെമിപാരസിസ് സ്ട്രോക്ക് മൂലം ഒരു വശം തളരുന്ന രോഗാവസ്ഥ മാറ്റിയെടുക്കാൻ ഈ ചികിത്സാ രീതി പഠിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വളരെ വേഗത്തിൽ സ്ട്രോക്ക് മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ആശ്വാസം നൽകാൻ നമുക്ക് ഈ ചികിത്സാ രീതി പഠിക്കുന്നതിലൂടെ സാധിക്കും.